നമസ്കാരം. ഇപ്പോ ഒരു വലിയ വിഷയം ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിലും ഒരു ലേഖനമുണ്ട്. മാധ്യമത്തിലൊരു ലേഖനം കണ്ടിരുന്നു ഞാൻ. സിറാജ് പത്രത്തിൽ ലേഖനം, പല പത്രങ്ങളിലും, പിന്നെ കേരളകൗമുദിയിൽ കണ്ടിരുന്നു. പല പത്രങ്ങളിലും ഇപ്പോൾ ഓടുന്ന ഒരു വാക്കാണ് ഈ സനാതനധർമ്മം. എന്താണ് ഈ സനാതനധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നതൊരു ഒരു പത്രത്തിൽ കിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെന്നാണ്. എത്ര പരിഹാസമാണ്, എത്ര അപഹാസമാണ്! ഇന്ത്യൻ ഭരണഘടനയിലും ഭരണഘടനയുടെ ആമുഖങ്ങളിലും അടിസ്ഥാന ശില എന്ന് പറഞ്ഞ് സനാതനധർമ്മമാണ്. സത്യം, നീതി, ന്യായം, സഹിഷ്ണുത, സഹാനുഭൂതി, തുല്യത, ഇതൊക്കെയല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം. ഇതൊക്കെയാണ് സനാതനധർമ്മം. കോടതികളിൽ എഴുതി വച്ചിരിക്കുന്ന എന്താണ്? സത്യമേവ ജയതേ, സത്യം എപ്പോഴും ജയിക്കട്ടെ. ഈ സത്യം എന്നത് എവിടെ നിന്ന് കിട്ടി? ഈ സങ്കല്പം എവിടെ നിന്ന് കിട്ടി? സത്യാഗ്രഹം എന്ന സങ്കല്പം ഗാന്ധിജിക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ആശയം എവിടെ നിന്ന് കിട്ടി? സനാതനധർമ്മത്തിൽ നിന്ന് കിട്ടിയതാണ്. എന്നിട്ട് അത് ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടന സനാതനധർമ്മമാണ്. പക്ഷെ അത് ഭരണഘടനയ്ക്കെതിരാണെന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യർക്ക് പഴയ കാലഘട്ടങ്ങളിൽ, അതായത് അതിപുരാതനമായ കാലത്ത് ഭാരതത്തിൽ, അന്ന് ഈ ചെറിയൊരു രാജ്യമല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ബർമ, ഭൂട്ടാൻ, ഇറാന്റെ കുറെ ഭാഗങ്ങൾ, അങ്ങനെ വലിയൊരു ഭാരതമായിരുന്നു. ആ ഭാരതത്തിൽ സോവിയറ്റ് റഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ, ചൈനയുടെ കുറെ ഭാഗങ്ങളൊക്കെ ഉള്ള വലിയ, ജപ്പാന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ള വലിയൊരു ഭാരതമായിരുന്നു. ആ ഭാരതത്തിൽ ഉണ്ടും ഉറങ്ങിയും സന്താനോൽപാദനം നടത്തിയും ജീവിച്ചിരുന്ന ഒരു സമൂഹം, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സന്താനോൽപാദനം നടത്തുക, അല്ലെങ്കിൽ ഇണചേരുക മാത്രം ചെയ്തിരുന്നൊരു സമൂഹം. ആ സമൂഹത്തിൽ കുറച്ചാളുകൾ, വളരെ കുറച്ചാളുകൾ, ഋഷിമാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ബുദ്ധിജീവികൾ എന്നൊക്കെ പറയാം, ശാസ്ത്രജ്ഞരെന്നോ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയാവുന്ന കുറച്ചാളുകൾ, ഋഷീശ്വരന്മാർ, കുറച്ച് ആചാര്യന്മാർ, എന്താണ് മനുഷ്യജന്മം, എന്താണ് മനുഷ്യജീവിതം എന്നുള്ള അന്വേഷണത്തിലേക്ക് പോയി. ആ അന്വേഷണത്തിൽ നിന്ന് അവർ കണ്ടെത്തുന്നത് മനുഷ്യന് ശരീരം മാത്രമല്ല, മനസ്സുണ്ട്. എന്നിട്ടും അവർ തൃപ്തിപ്പെടുന്നില്ല. നേതി അതല്ല. വീണ്ടും അവർ അന്വേഷണം, ചർച്ച, വിദ്വത്സഭകൾ, തർക്കങ്ങൾ, സംവാദങ്ങൾ, തർക്കപ്രേമം, താർക്കിക പ്രേമം ഉണ്ടായിരുന്ന നാടാണ് ഭാരതം. അതിൽ സ്ത്രീയും പുരുഷനുമുണ്ട്. ഗാർഹി എന്ന സ്ത്രീയുണ്ട്, യാജ്ഞവൽക്കൻ എന്ന പുരുഷനുണ്ട്, ആചാര്യനുണ്ട്. അവരെല്ലാവരും ഉള്ളൊരു രാജ്യമാണ്. അങ്ങനെ തർക്കങ്ങൾ, വിതർക്കങ്ങൾ, കുടുംബമായിട്ടുള്ള തർക്കങ്ങൾ, ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ആദിശങ്കരനെയൊക്കെ വിലയിരുത്തുന്നത് ഒരു വീട്ടമ്മയാണ് വിലയിരുത്തുന്നത്, തർക്കിക്കുന്നത്. ഒരു സാധാരണ വീട്ടമ്മയാണ് ആദിശങ്കരനുമായി കുടുംബത്തിൽ ചെന്ന് ഭർത്താവുമായി സംശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയാണ് സംശയിച്ചത്. ഭാര്യ വീട്ടമ്മ മാത്രമാണ്, ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്ന വീട്ടമ്മ മാത്രമാണ്. എല്ലാവരും ഒരു ജ്ഞാനമൊന്നും പഠിച്ചിട്ടുള്ളവരല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന തർക്കവും താർക്കിക ശാസ്ത്രമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് മനുഷ്യർ ശരീരത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? മനസ്സുണ്ട്. മനസ്സിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ജീവനെന്ന സങ്കല്പമുണ്ട്. അടുത്തൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നു. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ബോധം? പ്രപഞ്ചത്തിന്റെ സ്വത്വം എന്താണ്? പ്രപഞ്ചത്തിന്റെ ചൈതന്യം എന്താണ് എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യന്റെ ചിന്തകളെയും കൂടി കൂട്ടിയോജിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ജീവനും അപ്പുറം ആത്മാവ്, അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ഒരു സ്വത്വമുണ്ട്, ഒരു ബോധമുണ്ട്. സ്വത്വബോധമുണ്ടെന്നൊരു നിഗമനത്തിൽ അന്നുള്ളവർ എത്തുകയും, ആ സ്വത്വബോധം മനുഷ്യനുണ്ടെങ്കിൽ, ആ ഒരു സംജ്ഞ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് മനുഷ്യനുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന് മനസ്സിലാക്കുകയും, അങ്ങനെ പ്രപഞ്ചത്തിനുണ്ടെന്നും അത് ഏറ്റവും അവസാനത്തെയാണ്, അത് കഴിഞ്ഞ് മറ്റൊന്നില്ല എന്നുള്ള ചിന്തയിലേക്ക്, എറ്റേണൽ ആയിട്ടുള്ള പരമമായ ആത്മാവുണ്ടെന്നും, അങ്ങനെ ഒരു എറ്റേണൽ സോൾ ഉണ്ടെന്നും, അങ്ങനെ എറ്റേണൽ സോളിന്റെ ഭാഗമായിട്ടുള്ള ഭൂമി, ആകാശം, വായു, അഗ്നി, വെള്ളം തുടങ്ങിയ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യരെന്നും, അന്നം കഴിക്കുന്നത് മണ്ണിൽ നിന്നുള്ളതാണെന്നും, വെള്ളം കുടിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ളതാണെന്നും, വായു, അഗ്നിയും അങ്ങനെ സകല ഭൂമിയും എല്ലാം ചേരുന്നതാണ്, അതിന്റെ ഭാഗമാണ് മനുഷ്യൻ എന്നുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യനും ഈ ആത്മാവുമായും ബന്ധമുണ്ടെന്നും, മനുഷ്യന്റെ ആത്മാവും ഇൻഡിവിജ്വൽ സോളും ഇൻഡിവിജ്വൽ ബോധ്യവും, സോൾ എന്ന് പറഞ്ഞാൽ എവിടെയും ഇരിക്കുന്ന ഒരു സാധനമാണെന്ന് ചോദിച്ചുള്ളരുത്, ആ ഇൻഡിവിജ്വൽ സ്വത്വബോധവും പ്രപഞ്ചത്തിന്റെ സ്വത്വബോധവും, ഇൻഡിവിജ്വൽ മനസ്സും പ്രപഞ്ച മനസ്സും, യൂണിവേഴ്സൽ മൈൻഡും, ഇൻഡിവിജ്വൽ മൈൻഡും യൂണിവേഴ്സൽ മൈൻഡുമായിട്ടുള്ള റിലേഷനിൽ
ബന്ധത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് 2-3 സിദ്ധാന്തങ്ങൾ ഭാരതത്തിൽ വന്നത്. ഒന്ന്, പുനർജന്മ സിദ്ധാന്തം വന്നു. ഓരോ മനുഷ്യരും കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ജനിച്ചു വന്ന, ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഭാരതത്തിൽ കിടക്കുന്ന ചിന്തകളെ ഞാൻ പറയുന്നതാണ്, ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. അപ്പൊ പുനർജന്മത്തിലുള്ള ആളുകൾ മുൻപ് ജന്മങ്ങൾ ഉണ്ടായിരുന്നു, പല ജന്മങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഒരു സിദ്ധാന്തം പറയുന്നു. മരിക്കുന്നു എന്ന് പറയുന്നത് ഭൗതികമായ ശരീരം വിട്ടുപോകൽ മാത്രമാണ്. അവിടെ ആത്മാവും മനസ്സും അതുപോലെ ജീവനും ഒക്കെ എന്ന് പറയുന്നത് അതിന്റെ ഭാഗങ്ങൾ ഇവിടെ നിലനിൽക്കും. അത് പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വസ്തു മുതൽ, പുല്ല് മുതൽ, പുഴു മുതൽ, പൂനാര മുതൽ ഏതെങ്കിലുമൊക്കെ വസ്തുക്കളായി പുനർജനിക്കും. അച്ഛന്റെ ശരീരത്തിൽ നിന്നുള്ള ഭാഗമാണ് അമ്മയ്ക്ക് കിട്ടിയിട്ട് അമ്മയെ അതിന്റെ സംയോഗത്തിൽ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എവിടെ നിന്നാണ് ഞാൻ, ആരാണ് ഞാൻ? അടുത്ത ചോദ്യം, ഞാൻ എവിടെ നിന്ന് വന്നു, എൻ്റെ പിന്മുറ എന്താണ്, അവരെവിടെ നിന്ന് വന്നു? ഇങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങളുടെയും ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് മനുഷ്യർ, ഈ പറയുന്ന ആചാര്യന്മാർ, ഋഷിമാർ കേവലം ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ണുക, ഉറങ്ങുക, സന്താനോൽപാദനം നടത്തുക, ഇണചേരുക എന്നതിനപ്പുറം പുതിയ തലങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ വ്യക്തിപരമായ മനസ്സ് പോലെ പ്രപഞ്ചത്തിന് മനസ്സുണ്ടെന്നും അതുമായി സംവേദിക്കണമെന്നും, വ്യക്തിപരമായ ഒരു ആത്മാവുണ്ടെന്നും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സോൾ ഉള്ളതുപോലെ ഒരു യൂണിവേഴ്സൽ സോൾ ഉണ്ടെന്നും ആ യൂണിവേഴ്സൽ സോളുമായി താതാത്മ്യം പ്രാപിക്കണമെന്നും, അങ്ങനെ താതാത്മ്യം പ്രാപിക്കലാണ് മനുഷ്യന്റെ ജന്മോദ്ദേശമെന്നും, അങ്ങനെ ജനിച്ച മനുഷ്യൻ കർമ്മബന്ധിതമായി പ്രവർത്തികളിൽ, കർമ്മം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ എടുക്കരുത്, പ്രവർത്തികളിൽ ബന്ധിതമായി, കർമ്മബന്ധിതമായി മനുഷ്യർ ഇടപെട്ടുകൊണ്ട് പോകുമ്പോൾ സമയത്ത് അവന്റെ കാമമോഹ ലോഭ ചിന്തകളും സ്ത്രീ, മദിരാശി, മദ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായി കെട്ടുപിണഞ്ഞ്, അധികാരം സമ്പത്തുമായിട്ടൊക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഇടത്ത് നിന്ന് മാറി കുറച്ചുകൂടി ഉയർന്ന് ചിന്തിച്ച് വ്യവഹാര ജീവിതത്തിനപ്പുറം, വ്യാവഹാരിക ചിന്തകൾക്കപ്പുറം കുറച്ചുകൂടി ജ്ഞാനമണ്ഡലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി നീ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, സമൂഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മൂല്യങ്ങളിൽ പെടുന്നതാണ് സനാതനം. എല്ലാ കാലത്തുമുള്ളത്, പുരാതനം പഴയ കാലത്തുള്ളത്, അനുദാതനം വരാനിരിക്കുന്നത്, സനാതനം ഇപ്പോഴുള്ളത്, എപ്പോഴുമുള്ളത്, എറ്റേണലായിട്ടുള്ളത്. അങ്ങനെ അധർമ്മം ടു അപ്ഹോൾഡ്, ഉയർത്തിപ്പിടിക്കേണ്ടത്, കയ്യിലെടുത്ത് മനസ്സിലേക്ക് കൊണ്ടുപോകേണ്ട, നമ്മൾ മനസ്സിലും ഹൃദയത്തിലൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട വസ്തുക്കൾ, ഉയർത്തിപ്പിടിക്കേണ്ടത് എന്തോ അതാണ് ധർമ്മം. അപ്പൊ സനാതനമായിട്ടുള്ള നശിക്കാത്ത ഈ ധർമ്മത്തെ, ഈ വസ്തുക്കളെ അല്ലെങ്കിൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. എത്ര മനോഹരമാണ് ആർഷ ഭാരതത്തിന്റെ ആ സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു ചിന്ത എത്ര മനോഹരമാണ്. അത് മനുഷ്യരെങ്ങനെ നടപ്പിലാക്കി എന്നുള്ളത് വേറെ കാര്യം. ഞാൻ വേറൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും, ഇന്നത്തെ കാലഘട്ടമായിട്ട് ചേർത്ത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഗാന്ധിസം നമ്മൾ കേട്ടിട്ടുള്ള നല്ലൊരു ഒരു ദർശന ശാഖയാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ആളുകൾ ജീവിക്കുന്ന, ആരോ ആയിക്കോട്ടെ, ഗാന്ധിയന്മാരെന്നോ അല്ലെ ആരോ ആയിക്കോട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല, ആ ജീവിക്കുന്ന രീതി നോക്കിയിട്ട് ഇതാണ് ഗാന്ധിസം എന്ന് നാളെ ആളുകൾ എഴുതിയാൽ, കാറൽ മാർക്സ് എഴുതി വെച്ച മാർക്സിസം എന്ന് പറയില്ല, ദാസ് ക്യാപിറ്റലും മാർക്സിസത്തിന്റെ ലെനിസത്തിന്റെ ആശയം എത്രയോ ഉദാത്തമായ ആശയമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഇന്ന് നടക്കുന്ന അക്രമവും കൊള്ളയും കൊള്ളരുതായ്മകളും അഴിമതിയും കോർപ്പറേറ്റ് വൽക്കരണവും ഇതെല്ലാമാണ് മാർക്സിസം എന്ന് നാളെ ഏതെങ്കിലും കുട്ടികൾ ചരിത്രം എഴുതിയാൽ, 2050-ലോ 3000-ലോ ചരിത്രം എഴുതുന്നവർ 2000-ലും 1900-ന്റെ അവസാന കാലഘട്ടത്തിലും ഭാരതത്തിലും കേരളത്തിലും നടന്ന മാർക്സിസവും കമ്മ്യൂണിസവും ഇതാണ്, അതുകൊണ്ട് തത്വശാസ്ത്രം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? എടുത്ത് നടപ്പിലാക്കിയെടുത്താണ് പ്രശ്നം. സിദ്ധാന്തം പ്രയോഗത്തിലേക്ക് പോയപ്പോഴാണ് മനുഷ്യന്റെ കാമക്രോധ ലോഭമോഹ അധികാര സമ്പത്ത് ചിന്തകൾ കയറി ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കാതെ കിട്ടിയവർ എടുത്തു വെച്ച് മറ്റാരോടും ഒന്നും സംവേദനം നടത്താതെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും പേരിൽ മനുഷ്യർ സ്വർഗ്ഗബോധത്തിന്റെ വർഗബോധത്തിന്റെ ഭാഗമായി തമ്മിലടിച്ച് പിരിഞ്ഞ് ചെറിയ ഗ്രൂപ്പുകളായി മാറി പരസ്പരം പോരടിച്ചതിന് ഈ തത്വശാസ്ത്രം എന്തു പിഴച്ചു? മാർക്സിസത്തോടുള്ള ചോദ്യം പോലെ തന്നെയാണ്, ഗാന്ധിസത്തോടുള്ള ചോദ്യം പോലെ ഇതാണ്, ബുദ്ധിസത്തോടുള്ള ചോദ്യം പോലെ തന്നെയാണ് ഈ ചോദ്യവും. സനാതന ധർമ്മം എന്ത് പിഴച്ചു? ഇത് മനസ്സിലാക്കാത്തൊരു സമൂഹം, അല്ലെങ്കിൽ വികലമായി മനസ്സിലാക്കിയ സമൂഹം, അല്ലെങ്കിൽ ബോധപൂർവം കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിനെ തങ്ങളുടേതായി മാത്രമാക്കി എടുത്തു വച്ചതിന്റെ കുറ്റം എന്തിനാണ് ഈ ധർമ്മത്തിന് കൊടുക്കുന്നത്? ഇന്നിപ്പോ സനാതന ധർമ്മത്തെ എതിർത്തെഴുതുന്ന ആരുടെയും മനസ്സിലുള്ളത് ജാതി ചിന്തയുടെ വലിയ ചിന്താരൂപങ്ങളാണ്, ആരോടുമൊക്കെ ഉള്ള പ്രതിഷേധം. പണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, കുറെ കാര്യങ്ങൾ ചെയ്തു, അതിന്റെ പ്രതിഷേധം എങ്കിൽ ഇരിക്കട്ടെ.
സനാതന ധർമ്മത്തിന്റെ മണ്ടയിൽ. സത്യം, നീതി, ന്യായം, സഹാനുഭൂതി, സഹിഷ്ണുത, സഹകരണം, സഹവർത്തിത്വം തുടങ്ങിയ 10-30ഓളം കാഴ്ചപ്പാടുകൾ, ജീവിത മൂല്യങ്ങളാണ് ഈ സനാതന ധർമ്മത്തിൽ പറയുന്നത്. അത് പ്രപഞ്ചമല്ലേ? അതല്ലേ ഈ പ്രപഞ്ചം? അതല്ലേ ഈ പ്രപഞ്ചത്തിന്റെ ഉണ്മ? അതല്ലേ ഈ പ്രപഞ്ചത്തിന്റെ സ്വത്വം? അത് ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ? അല്ല. നേതി നേതി എന്ന് മാത്രമേ ആചാര്യന്മാർക്കും പറയാൻ കഴിഞ്ഞുള്ളൂ. അതല്ല 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 എന്നേ പറയാൻ കഴിഞ്ഞുള്ളൂ. പോരാ, അതിനും അപ്പുറമുള്ള ഒന്നാണ് ഈ സനാതനം. അതില്ലാതെ ജീവിതമുണ്ടോ? അതില്ലെങ്കിൽ പ്രപഞ്ചമുണ്ടോ? ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ടോ? സത്യമില്ലാതെ, നീതിയില്ലാതെ ഈ പ്രപഞ്ചത്തിന് നിൽക്കാൻ പറ്റുമോ? മനുഷ്യൻ തുല്യതയില്ലാത്തത് മനുഷ്യന്റെ കയ്യിരിപ്പുണ്ടാണ്. അതിന് പ്രപഞ്ചം എന്ത് പഴച്ചു? തത്വശാസ്ത്രം എന്ത് പഴച്ചു? അപ്പോൾ തീർച്ചയായിട്ടും സനാതന ധർമ്മം എന്തെന്ന്, പിന്നെ ഗുരുദേവൻ സനാതന ധർമ്മത്തെ എന്ത് ചെയ്താൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ചെറിയ ചെറിയ വീഡിയോയിൽ പറയുന്നതാണ് നല്ലത്. അപ്പൊ സനാതന ധർമ്മത്തെ വളരെ കൃത്യമായി ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തെ, ഒരു ദർശനത്തെ, ഒരു കാഴ്ചപ്പാടിനെ ഒന്നുകിൽ നേരായി മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയവർ അവരുടെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയൊക്കെ കൂട്ടി കുഴച്ച്, ചക്ക കുഴയ്ക്കും പോലെ കുഴച്ച് ഇതിനെയും കൂടി അതിൻ്റെ കൂട്ടിക്കുഴച്ച് ഇതില്ലായ്മ ചെയ്തു. പത്തരമാറ്റ് പോലെ, സ്വർണം പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. സത്യമാണ്, സത്യമേവ ജയതയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറ. അത് സനാതന ധർമ്മമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി അത് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആളുകളെല്ലാം അത് പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് മൂല്യങ്ങളാണ്, ഒരിക്കലും നശിച്ചു പോകാത്ത കാര്യങ്ങളാണ്. അതാണ് ഈ പ്രപഞ്ചം. അതങ്ങനെ നിർവചിച്ച് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അനുഭവിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അത് ശുദ്ധീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് ജ്ഞാനമാർഗമാണ്, കേവലം വ്യവഹാര മാർഗമല്ല, ഭൗതിക ചിന്ത മാത്രമല്ല. അത് കുറച്ചുകൂടി ഉയർന്ന തലമാണ്. അതൊരു മാനസിക തലമാണ്, ഒരു ചിന്താധാരയാണ്, ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതില്ലാതെ മാനവരാശിക്ക് 1 മില്ലിമീറ്റർ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുള്ളത് കൊണ്ടാണ് കലാപം ഉണ്ടാവാത്തത്. ഒരു കൂട്ടർ പിന്നെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നാട്ടിലുണ്ടായാൽ ബാക്കിയുള്ളവർ കലാപം ഉണ്ടാക്കാതിരിക്കുന്നത് അവർ സനാതനികളായതുകൊണ്ടാണ്. ഈ ബോധം മനുഷ്യരിൽ കിടക്കുന്നുണ്ട്. അത് ഇവിടെ ഭാരതത്തിൽ ആരെയും പഠിപ്പിച്ചിട്ടല്ല. ബൈബിൾ പോലെ, ഖുറാൻ പോലെ, മറ്റേതെങ്കിലും പുസ്തകം പോലെ, ബുദ്ധിസം പോലെ ആരും ഒരു പുസ്തകം എഴുതി വെച്ച് ആരും പഠിപ്പിച്ചിട്ടല്ല. ഒരു സ്കൂളിലും ഇത് പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഈ മണ്ണിൽ അതുണ്ട്, ഈ സംസ്കാരത്തിൽ അതുണ്ട്. ഇവിടത്തെ ആഴത്തിൽ വേര് പിടിച്ചു കിടക്കുന്നതാണ്. അത് ജനാധിപത്യമാണ്, അത് സ്വാതന്ത്ര്യമാണ്, അത് തുല്യതയാണ്, അത് ജ്ഞാനികളെ അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തെ പഠിക്കാൻ ശ്രമിക്കുക, പുനർവായിക്കാൻ ശ്രമിക്കുക, നന്മകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അതിനു പകരം അത് വികലമാക്കി ആരെയെങ്കിലും എതിർക്കുന്നതിന് വേണ്ടി, അത് മോശമായി പ്രവർത്തിച്ച് മറ്റുള്ള ആർക്കെങ്കിലും അധികാരമോ അവകാശമോ തുല്യതയോ ഒക്കെ കൊടുക്കാതിരുന്നെങ്കിൽ അതിനെ വിമർശിക്കുന്നതിന് വേണ്ടി ഈ തത്വശാസ്ത്രത്തെ എടുത്ത് അലക്കരുത്, ഈ ദർശനത്തെ എടുത്തിട്ട് ഇല്ലായ്മ ചെയ്യരുത് എന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയുവാനുള്ളത്. ഈ ചർച്ച തുടരണം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. ഞാൻ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ധർമ്മം, സനാതനമായ മൂല്യങ്ങൾ ഓരോ നിമിഷവും മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമാണ്. അവൻ സംസ്കരിച്ച് മനുഷ്യൻ മാനവനാകുന്നത് ഇത്തരം മൂല്യങ്ങളിൽ കൂടിയാണ്. അനൗപചാരികമായ ഇത്തരം മൂല്യങ്ങൾ എപ്പോഴാണ് ഒരു സമൂഹത്തിന് നഷ്ടപ്പെടുന്നത്, അവിടെയാണ് കൂടുതൽ അരാജകത്വങ്ങളും അമ്മത്തൊട്ടിലുകളും കുട്ടിസദനങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഈ മൂല്യത്തെ, അമൂല്യമായ ഈ മൂല്യത്തെ, രത്നം പോലെയുള്ള ഈ മൂല്യത്തെ അതിനെ സനാതനമാക്കി തന്നെ കൊണ്ടുപോകാം. എല്ലാ കാലത്തേക്കും കൊണ്ടുപോകണം. ധർമ്മം പോലെ, ധർമ്മം എന്നുള്ള സങ്കല്പത്തിൽ, അല്ലെങ്കിൽ ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഉയർത്തിപ്പിടിക്കാം, ടു അപ്ഹോൾഡ് ചെയ്യുക എന്നാണ്. ആ നിലയിൽ നമുക്ക് സനാതന ധർമ്മത്തെ കാണാം, വിലയിരുത്താം.